بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد قال النبي صلى الله عليه وسلم لا يزني الزاني حين يزني وهو مؤمن ولا يشرب الخمر حين يشربها وهو مؤمن ولا يسرق السارق حين يسرق وهو مؤمن. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരു വ്യഭിചാരി വ്യഭിചരിക്കുന്ന സമയത്ത് അവൻ മുഅ്മിനാവുകയില്ല. കള്ളുകുടിക്കുന്ന വ്യക്തി മദ്യപിക്കുന്ന സമയത്ത് അവൻ വിശ്വാസിയാവുകയില്ല. മോഷണം നടത്തുന്ന മോഷ്ടാവ് മോഷണം നടത്തുന്ന സമയത്തും അവനും വിശ്വാസിയാവുകയില്ല. എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുന്ന സമയത്തും മദ്യപിക്കുന്ന സമയത്തും മോഷണം നടത്തുന്ന സമയത്തും അവനിൽ നിന്ന് അല്ലാഹു തആല ഈമാനിനെ ഊരിക്കളയും. വിശ്വാസത്തോടുകൂടെ ഒരാൾക്കും ഒരു തെറ്റ് ചെയ്യാനും സാധിക്കുകയില്ല എന്നർത്ഥം. അക്ബറുൽ കബായിറായിട്ടുള്ള വൻദോഷങ്ങളായിട്ടുള്ള പല കാര്യങ്ങളെ ഇസ്ലാം എണ്ണിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വ്യഭിചരിക്കലും മദ്യപിക്കലും മോഷണം നടത്തലൊക്കെ. വ്യഭിചരിച്ചാൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിന്റെ നൂർ എടുക്കപ്പെട്ടു പോകും. ആ നൂറാണ് സത്യത്തിൽ ഈമാൻ എന്ന് പറയുന്നത്. മദ്യപിക്കുന്ന സമയത്ത് അവന്റെ കൽബിൽ നിന്ന് ഇലാഹിയായ ചിന്തകൾ നഷ്ടപ്പെട്ടു പോവുകയും അവൻ ശരീരത്തിന്റെ ഇച്ഛക്കും ഷയാത്തീനിന്റെ പൈശാചികമായിട്ടുള്ള ശക്തികൾക്കും അവൻ വഴിപ്പെട്ടു പോകും. ഖാലിഖായ റബ്ബിന് വഴിപ്പെടാൻ അവനക്ക് സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവർക്കല്ലേ അള്ളാഹുവിന് വഴിപ്പെടാൻ പറ്റുകയുള്ളൂ. മോഷണം നടത്തുന്ന മോഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം ദുന്യവിയായിട്ടുള്ള ആഗ്രഹത്തിന്റെ പിന്നാലെ പോയി കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ സമ്പാദിക്കണം, അതല്ലെങ്കിൽ കിട്ടിയതുകൊണ്ട് മതിയാവാതെ തികയാതെ ഖനാഅത്തുൽ ഖൽബില്ലാതെ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാതെ മോഷണം നടത്തുന്ന മോഷ്ടാവിന്റെ ഹൃദയത്തിൽ ദുനിയാവിനോടുള്ള ഭൗതിക ലോകത്തിനോടുള്ള ജ്വരം വർദ്ധിക്കും. ആഖിറത്തിനോടുള്ള താല്പര്യം നഷ്ടപ്പെടുകയും ചെയ്യും. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ദുനിയാവിനേക്കാൾ ഏറ്റവും നല്ലത് ആഖിറമാണല്ലോ എന്ന ഒരു ചിന്ത അവന്റെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോഴും അവന്റെ ഹൃദയത്തിൽ ഈമാൻ ഇല്ലാതായി പോകും. അതുകൊണ്ട് തന്നെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇത്യാദി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ഈമാൻ ഉരുപ്പെടും. വ്യഭിചാരം എന്ന് പറയുന്നത് കേവലം ഒരു ആണും പെണ്ണും തമ്മിൽ നൂലിയ ബന്ധമില്ലാതെ ഒരുമിച്ച് കിടക്കുക എന്നതല്ല, മറിച്ച് ഹൃദയത്തിൽ ഒരു വ്യഭിചാരം ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു, കണ്ണുകൊണ്ട് അന്യപെണ്ണിനെ കാണുന്നു, അതല്ലെങ്കിൽ വ്യഭിചാരം കണ്ണുകൊണ്ട് കണ്ടാസ്വദിക്കുകയും അതല്ലെങ്കിൽ അതിലേക്ക് റഗബത്ത് വരുന്ന രൂപത്തിൽ നോക്കുകയും ചെയ്യുന്നു. അൽ ഐനാനി സിനാഹുമ അന്നദറു വൽ ഉദനാനി സിനാഹുമ അൽ ഇസ്തിമാഉ, കാതുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്. അങ്ങനെ ഏതൊക്കെ വ്യഭിചാരങ്ങൾ, ആ വ്യഭിചാരങ്ങളൊക്കെ നടക്കുമ്പോൾ ഈമാൻ ഇങ്ങനെ പതിയെ പതിയെ ഉയരപ്പെട്ടു പോകും. ആലോചിക്കേണ്ടത്, ആ സമയത്തെങ്ങാനും മരിച്ചുപോയാൽ അങ്ങനെയുള്ള മരണത്തിനെയാണ് സൂഉൽ ഖാത്തിമ, മോശപ്പെട്ട മരണം, ആഖിബത്ത്, നന്നാവാത്ത മരണം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിനെ കാത്തുരക്ഷിക്കാനും നമ്മുടെ കർമ്മങ്ങളൊക്കെ നന്നാക്കാനും കർമ്മഫലങ്ങളെ കൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടവരായിട്ട് നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്ന സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാനും നമുക്ക് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ദുനിയാവാകുന്ന ചെറിയ ഗുഡ്സായ ജീവിതത്തിന്റെ ഇടയിൽ പ്രയാസങ്ങളെ ഈമാനികമായ ശക്തി കൊണ്ട് നേരിടാനും ആഖിറം സമ്പന്നമാക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ.